Padma Shri Guru Kalamandalam Kshemavati, a leading exponent of Mohiniyattam, a Lasya dance form based on the Natya Shastra. For more than 6 decades now, she has been exploring and spreading the aesthetic joy of Mohiniyattam among millions of dance lovers across Kerala and the rest of the world. എല്ലാവർക്കും നമസ്കാരം. ആരാധ്യയായ ഗുരു പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ പിറന്നാളാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഗുരുവന്ദനം എ ട്രിബ്യൂട്ട് ടു ഗുരു കലാമണ്ഡലം ക്ഷേമാവതി എന്ന പരിപാടിയുടെ ഭാഗമായാണ് നാം ഓരോരുത്തരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. കേരള കലാമന്ദിരത്തിൻ്റെ 55-ാം വാർഷിക ദിനാഘോഷവും അതുപോലെ തന്നെ ടീച്ചറുടെ 60 വർഷത്തെ നൃത്തസഭ്യതയുടെ ആഘോഷവുമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ക്ഷേമാവതി റെയിൻ സുപ്രീം. ഈ മോഹിനിയാട്ടം എന്ന് പറയുന്ന ആ ഒരു കൊടി, കേരളത്തിൻ്റെ കൊടിയും പിടിച്ച് ചെന്നൈയിലും അതുപോലെ ഡൽഹിയിലും ഒക്കെ എത്തുന്ന ആദ്യത്തെ നർത്തകി കലാമണ്ഡലം ക്ഷേമാവതി തന്നെയാണ്. ഷീസ് എ ഡാൻസർ വിത്ത് ഇറസിസ്റ്റിബിൾ പാഷൻ ഫോർ ഡാൻസ്. അതെല്ലാവർക്കും ഉണ്ടാവില്ല. മോഹിനിയാട്ടം പോലെ ഫ്യൂഡലിസത്തിൻ്റെ കാലത്ത് ഉരുവം കൊണ്ട ഒരു കലാരൂപത്തിന് തീർച്ചയായും ആധുനിക സമൂഹത്തിൻ്റെ കാലത്ത് ഒട്ടേറെ മാറ്റങ്ങൾ അനിവാര്യമാണ്. നമ്മുടെ നാടിൻ്റെ വേരുകളിൽ ഊന്നി നിന്നുകൊണ്ട് കാലത്തിൻ്റെ ആവശ്യകതകൾക്കനുസരിച്ച് പുതിയ പ്രയോഗങ്ങളിലേക്ക് വഴിമാറി സഞ്ചരിച്ചുകൊണ്ട് ധീരമായ അവതരണങ്ങളാണ് ടീച്ചർ നടത്തിയിട്ടുള്ളത്. മലയാള സാഹിത്യ ലോകത്ത് ലബ്ധപ്രതിഷ്ഠ നേടിയിട്ടുള്ള മിക്കവാറും കവികളുടെ സർഗാവിഷ്കാരങ്ങൾ ടീച്ചർ നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിൻ്റെ സ്വന്തമായ മോഹിനിയാട്ടം എന്ന് പറയുന്ന നൃത്തരൂപം പ്രശസ്തമായ രീതിയിൽ അത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും ഒരുപാട് ശിഷ്യസമ്പത്തുണ്ടാക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരു നർത്തകി കൂടിയാണ് നമ്മുടെ ക്ഷേമ ടീച്ചർ. തന്നിൽ നിന്ന് കല പഠിച്ചയാളെ താൻ ആദ്യം ബഹുമാനിക്കുക, അതാണ് ടീച്ചർ. യങ്സ്റ്ററായിട്ട് വരുന്ന ഒരു സമയത്ത് ഒരു ആയ ഒരാൾ ഇങ്ങനെ അണച്ചു ചേർത്ത് പിടിക്കുന്ന ആ ഒരു അനുഭവം, അതാണ് എനിക്ക് ഏറ്റവും അപൂർവമായ ഒന്ന്. പൊതുവെ ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും ജീവിതത്തിൽ ടീച്ചർ നോക്കി കാണുന്ന വിധം, ഓരോ കാര്യങ്ങൾ നോക്കി കാണുന്ന വിധം, അതൊക്കെ ഒരുപാട് ഞങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്, ഒരുപാട് ഞങ്ങളെ വഴി കാട്ടിയിട്ടുണ്ട്. ടീച്ചറുടെ കൺസേണിനെ കുറിച്ച് വലിയ ഒരു ഞാൻ കരഞ്ഞു പോവോ എന്ന് എനിക്കറിയില്ല. കരഞ്ഞു പോയാൽ ഒരുപക്ഷെ ഇത് പൂർത്തിയാക്കാൻ പറ്റില്ല. എൻ്റെ 2 മുട്ടിനും സർജറി കഴിഞ്ഞിരുന്നു. വിനീത ചിരിച്ചതും കരഞ്ഞതും ഒക്കെ എന്താ പറയുക, ടീച്ചറുടെ കാലിലെ ഒരു പൂക്കളാണ്. മനസ്സിലൊരു ദൈവികമായിട്ടുള്ളൊരു ഭാവം
ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കല നമ്മുടെ കൈകളിൽ നിൽക്കുകയുള്ളൂ. ഇപ്പം എൻ്റെ സ്റ്റുഡൻസിൻ്റെ മനസ്സിൽ ഓരോ തരത്തിലാണ് ഞാൻ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ടീച്ചറായിട്ട്, ഗുരുവായിട്ട്, ആൻറ്റിയായിട്ട്, അമ്മയായിട്ട്. ഞാനല്ലേ ഭാഗ്യം ചെയ്തവൾ. Kshemavati teacher, as she is fondly called, continues to gracefully trod her destined path as dancer par excellence, as mentor and guru to her students across the world, and as exponent and innovator of the Mohiniyattam School of Dance. കണ്ണ് തുറന്നിരിക്കട്ടെ. It is a life destined for and dedicated to dance. Even in early childhood, she had imbibed the passion for dance and was nourished by it through the years in her life of single-minded devotion. ഈ മൂവ്മെൻറ്റും ഈ അങ്ങോട്ടേക്ക് നോക്കുന്ന കണ്ണ് താഴെ പോവാണ്ട് നമ്മളുടെ ലെവലിൽ നോക്കുക, അപ്പോഴേ കണ്ണ് കാണുള്ളൂ. പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ, അങ്ങനെ ഒരു പാട്ടിനൊക്കെ നൃത്തം ചെയ്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ കുറേ അപ്പോൾ പഞ്ചായത്തുകളിലൊക്കെ ഇങ്ങനെ കുറേശ്ശെ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ അന്ന് തന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട്. എന്നാലും ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ വന്നാൽ ഇങ്ങനെ ചെയ്യാനായിട്ടൊരു അവസരം. പിന്നെ ടീച്ചർ പഠിപ്പിച്ചു കാളിയമർദ്ദനം. ആ കാളിയമർദ്ദനവും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി ഇവൾക്ക് ഇത് തന്നെ താല്പര്യമുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെയാണ് കലാമണ്ഡലത്തിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുകയും സെലക്ഷന് ചെല്ലാൻ പറയുകയും അവിടെ പോയി കാളിയമർദ്ദനം ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ ഒരു വയസ്സായിട്ടൊരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. കളിയൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മോളിങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ മൂത്തവരെ കണ്ടാൽ എപ്പോഴും എണീക്കണം, നമസ്കരിക്കണം എന്ന് അച്ഛൻ പഠിപ്പിച്ചു തന്ന ഓർമ്മ പോലെ തന്നെ ആ വയസ്സായ ആൾ വിളിച്ചപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് നമസ്കരിച്ചു. മോള് നന്നായി വരൂ കേട്ടോ എന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു. 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പേപ്പറിലൊരു വാർത്ത വന്നു, ഫോട്ടോസൊക്കെ വന്നു. മഹാകവി വള്ളത്തോൾ അന്തരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹമല്ലേ എന്നെ അനുഗ്രഹിച്ചത് എന്ന്. അപ്പോൾ എന്താ പറയുക, ദുഃഖത്തിൻ്റെ ഒപ്പം തന്നെ ഒരു അനുഗ്രഹം മേടിക്കാനുള്ള ഒരു സന്തോഷം കൂടി ഉണ്ടായി. അപ്പോൾ അതിപ്പോൾ ഒരു സത്യമായിട്ടുള്ള സന്തോഷമാണെന്നറിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് അതിനെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരു പ്രായമല്ല. എന്നാലും വയസ്സായാളുടെ ഒരു അനുഗ്രഹം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. അന്ന് മോഹിനിയാട്ടത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ സീനിയറായിട്ടുള്ള ഒരു ചിന്നമ്മ ടീച്ചറാണ്. കാതിനൊക്കെ നമ്മുടെ പഴയ പോലെ ഇങ്ങനെ വലിയ തോടയൊക്കെ ഇടുന്ന കാതൊക്കെ ആയിട്ട് ടീച്ചറാണ്. അവരാണ് മോഹിനിയാട്ടം പഠിപ്പിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവരുടെ തന്നെ മെയിൻ ശിഷ്യത്തിയായ സത്യഭാമ ടീച്ചർ. അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും തഞ്ചാവൂർ ARR ഭാസ്കർ റാവു എന്ന മാസ്റ്ററും ഭരതനാട്യത്തിന് വേണ്ടി വന്നു. ഇവർ 3 പേരുമായിരുന്നു ഞങ്ങൾ മാറി മാറി ക്ലാസ് എടുത്തിരുന്നത്. നമുക്ക് രാവിലെ ക്ലാസ്സിനൊരു ഓർഡർ ഉണ്ട്. രാവിലെ 5 മണിക്ക് എണീറ്റ് 5:30 പാട്ട് സാധകം, തക്ക് ധിമ്മി തൈ, തക്ക് ധിമ്മി തൈ, തക്ക് ധിമ്മി 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 തക്ക്. ലഞ്ചിന് ശേഷം വീണ്ടും ഐറ്റംസ് പഠിപ്പിക്കും. അങ്ങനെ ഓർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ചിന്നമ്മ ടീച്ചർ ഞങ്ങളെല്ലാവരും കൂട്ടി ഭാരതപ്പുഴയിൽ കുളിക്കാൻ കൊണ്ടുപോകും. നീന്തലറിയാത്ത ഞാനൊരു ദിവസം ഭാരതപ്പുഴയുടെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കുഴിയിലേക്ക് വീണു. ആരെല്ലാമോ പിടിച്ച് മുടിയിൽ പിടിച്ച് വലിച്ച് മുകളിലേക്ക് കയറ്റി. അതിനുശേഷം ഒരു വാശിയായിരുന്നു നീന്താൻ പഠിക്കണം. പിന്നെ നീന്താനും പഠിച്ചു. When alone, vague forms and new dance movements would glimmer and crystallize in her mind.
She would then meditate on the new knowledge thus acquired. On completing her studies at Kerala Kalamandalam, she was driven both by her quest to learn more and to teach whatever she had learned to others. കോഴ്സ് കഴിഞ്ഞ ശേഷം നാട്ടിൽ വന്നെങ്കിലും എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. മദ്രാസിലേക്ക് പോവാം എന്ന് പ്ലാൻ ചെയ്ത സമയത്താണ് അവിടെ ക്ലാസ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ് കേരള കലാമന്ദിരം എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി. അവിടെ ക്ലാസ് തുടങ്ങി. മുമ്പേ തന്നെ ഞാൻ വീട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കലാമണ്ഡലം കോഴ്സ് കഴിഞ്ഞാലും എനിക്ക് വീണ്ടും പഠിക്കണമെന്ന്. അങ്ങനെ ഒരിക്കൽ അർജുനൻ മാസ്റ്റർ വീട്ടിൽ വന്നപ്പോൾ, മ്യൂസിക് ഡയറക്ടർ അർജുനൻ മാസ്റ്റർ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ ഒന്ന് മദ്രാസിൽ പോകുന്ന സമയത്ത് ഒന്ന് അന്വേഷിക്കണം, എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കാനായിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഹോസ്റ്റലുണ്ട്, പക്ഷേ ക്ലാസ്സൊക്കെ കഴിഞ്ഞാലും നേരത്തെ അവിടെ എത്തണം, പ്രാക്ടീസ് ചെയ്യാനൊന്നും സൗകര്യം ഉണ്ടല്ലോ, റൂമിൽ വേറെ ആൾക്കാരുണ്ടാവും, അവർ ജോലിക്കാരല്ലെങ്കിൽ പഠിക്കണവരോ, അപ്പോൾ അവിടെ കിടന്ന് ചാടാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സങ്കടമായി. അപ്പോൾ ഒന്നും കൂടെ പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം ഇനി മദ്രാസിൽ പോകുമ്പോൾ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് പോയി വന്നപ്പോൾ പറഞ്ഞു, ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, നിനക്ക് പരിചയമുള്ള ആൾ തന്നെയാണെന്നാണ്. അതാരും മദ്രാസിൽ എനിക്ക് പരിചയമുള്ളത്. അപ്പോൾ KPSC ലളിതയുടെ വീട്ടിലാണ്. അപ്പോൾ ലളിത ചേച്ചി പറഞ്ഞു, അവിടെ നിന്ന് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. എല്ലാ കൊല്ലവും മദ്രാസിൽ പോയി പഠിക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്തു. അപ്പോൾ കുട്ടികളൊക്കെ വെക്കേഷനാകുമ്പോൾ സർക്കിറ്റ് പോണ കാലഘട്ടത്തിൽ ഞാൻ മദ്രാസിലേക്ക് കിടക്കും. അങ്ങനെയാണ്. പിന്നെ മഴക്കാലമാകുമ്പോൾ മദ്രാസിലേക്ക് കിടക്കും. അങ്ങനെയാണ്. അങ്ങനെ ഞാൻ മദ്രാസിൽ ചിത്രാ വിശ്വേശ്വരനെ കണ്ടു, ഗുരു മുത്തുസ്വാമി പിള്ളയെ കണ്ടു, അടയാർ കെ ലക്ഷ്മണനെ കണ്ടു. ഇവർ മൂന്ന് പേരുടെ അടുത്ത് ഞാൻ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട് ഭരതനാട്യത്തിൽ. പിന്നെ പത്മഭൂഷൺ ഡോക്ടർ വേമ്പട്ടി ചിന്നസത്യം മാസ്റ്ററെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് പഠിക്കണം എന്നുണ്ട് എന്ന്. അതിനെന്താ, പഠിച്ചോളൂ, വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഭരതനാട്യവും കൂച്ചുപുടിയും ഒരുമിച്ച് ക്ലാസ് നടത്താനെന്നുള്ള കണക്കിലാണ് പോയത്. ഇപ്പോൾ രാവിലെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ വൈകുന്നേരം ഭരതനാട്യം ക്ലാസ്സിന് പോകും. ഒരാളുടെ അടുത്ത് ഇന്ന സ്ഥലത്ത് പോകണ്ടെന്ന് പറയില്ല. എല്ലാവർക്കും എല്ലാ സ്റ്റൈലും പഠിക്കുന്നത് ഇഷ്ടമില്ലല്ലോ, അത് കാരണം പറയില്ല. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ചവരെ കൂച്ചുപുടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി തൊട്ടിട്ട് ഭരതനാട്യ ക്ലാസ്സാണ്. അതെല്ലാം കഴിഞ്ഞ് ഒരു 6-7 മണിയാകുമ്പോഴാണ് തിരിച്ചു വരിക. അങ്ങനെ റെഗുലറായി പോയി. പിന്നെ ചിന്നസത്യ മാഷ് എൻ്റെ മോഹിനിയാട്ടം സോളോ പ്രോഗ്രാം ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ മാസ്റ്ററെ മദ്രാസിൽ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ വിളിക്കാറുണ്ട്. മാസ്റ്റർ പ്രോഗ്രാം കാണാൻ വരുമ്പം ഗംഭീരായി എന്നൊക്കെ പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ സാർ എന്നോട് പറഞ്ഞു, നീ കൂച്ചുപുടിയും ചെയ്യണം എൻ്റെ ബാലയിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകൃഷ്ണ പാരിജാതം, പത്മാവതി ശ്രീനിവാസൻ ബാലയിലൊക്കെ ഓരോ ക്യാരക്ടർ ശ്രീനിവാസനായിട്ടും വിഷ്ണുവായിട്ടൊക്കെ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ചെയ്യാൻ ഇതെന്തായിരുന്നു താല്പര്യം എന്ന് വെച്ചാൽ, അവരുടെ ഗ്രൂപ്പ് പ്രൊഡക്ഷൻസിൽ പങ്കെടുക്കുമ്പോൾ അവർ കൊറിയോഗ്രാഫി ചെയ്യുന്ന ഒരു ഐഡിയ ഒക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. സീനിയർ ഗുരുക്കന്മാർ പണ്ടുള്ളവരെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അത് കാരണം ഇത്തിരി മെനക്കെട്ടാലും ഞാൻ നാട്ടിൽ നിന്ന് വിളിച്ചാൽ മാഷ് പാവം പെട്ടെന്ന് പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ എനിക്ക് അവിടെ നാട്ടിൽ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ മാഷ് പറയും, നാളത്തെ ഫ്ലൈറ്റിന് പോകുന്നു പറയും. എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് പ്രോഗ്രാം സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇതൊക്കെയാണ് കളിക്കേണ്ട ഐറ്റംസ്, നീ പ്രാക്ടീസ് ചെയ്തിട്ട് പോയോ എന്ന് പറയും. അങ്ങനെ നേരെ സ്റ്റേജിലേക്ക് കയറിയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുച്ചിപ്പുടി പഠിക്കുന്ന സമയത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അന്ന് പിന്നെ നമ്മൾ കുച്ചിപ്പുടിയും ഭരതനാട്യവും ഒരുമിച്ച് ചെയ്തിരുന്നു. എല്ലാ സ്റ്റൈലും 3 സ്റ്റൈലും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു അവതരണ രീതിയാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. മാസ്റ്റർ ക്ഷേമയുടെ ഉള്ളിൽ നിന്നുള്ള ഒരു കഴിവ് കണ്ടുപിടിച്ചിട്ടാണ് മാസ്റ്ററുടെ ബാലേസിൽ ക്ഷേമനെ ഹീറോ ആക്കിയത്. ഞങ്ങളുടെ ശ്രീനിവാസ കല്യാണത്തിൽ ശ്രീനിവാസനായിട്ട് ക്ഷേമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അതിൽ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കൂച്ചുപുടിയിലെ വലിയൊരു നർത്തകിയായിട്ട് മാറുമായിരുന്നു ക്ഷേമ. ഇടയ്ക്ക് മദ്രാസിൽ പോവും, പ്രോഗ്രാം ചെയ്യും, വന്നിട്ട് പ്രോഗ്രാം ചെയ്യും. അങ്ങനെ തുടർന്നുകൊണ്ട് ഇരിക്കലെയാണ് കേരള സാഹിത്യ അക്കാദമിയിൽ പൊൻകുന്നം വർക്കി ജോയിൻ ചെയ്ത സമയത്ത്
എന്നെ ഫോൺ ചെയ്തു, ക്ഷേമ ഒരു കാര്യം പറയാനുണ്ടോന്ന്, ഓഫീസിൽ വരാൻ പറ്റുമോയെന്ന്. അപ്പോൾ ചെന്നപ്പോൾ പറഞ്ഞു എറണാകുളത്ത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് 9th കോൺഗ്രസ് സമ്മേളനം നടത്തുന്നുണ്ട്, ക്ഷേമ ഒരു പ്രോഗ്രാം ചെയ്യാമോ? പൈസയൊന്നും തരാനില്ല, പക്ഷേ ക്ഷേമയ്ക്ക് നല്ലൊരു പബ്ലിസിറ്റി ഉറപ്പായിട്ടും തരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ ഒരു വാഗ്ദാനം കേൾക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കൊരു പബ്ലിസിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രോഗ്രാം ഫ്രീ ആയിട്ട് ചെയ്യാം, അതുകൊണ്ട് വിരോധമില്ല, പക്ഷേ കൊട്ടും പാട്ടുകാരൊക്കെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പൈസ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലോ. അത് കൊടുക്കാതെ എത്രയാവും എന്ന് ചോദിച്ചപ്പോൾ 250 റുപ്യാണ് അന്ന് തന്നത് ഓർക്കസ്ട്രാർക്ക് കൊടുക്കുക. പക്ഷേ എനിക്ക് ആ 250 റുപ്യക്കാട്ടിലും ഒരു പ്രോഗ്രാം ചെയ്യാൻ അവസരം കിട്ടിയില്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. അപ്പോൾ അത് നാഷണൽ ലെവലിലുള്ളൊരു കോൺഫറൻസ് ആയിരുന്നു. പിന്നെ അവിടെ പ്രോഗ്രാം ചെയ്ത് ഗംഭീര അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വീക്കിലികളിലും മാഗസീനുകളിലൊക്കെ വിത്ത് ഫോട്ടോ സഹിതം നല്ല പബ്ലിസിറ്റി ആയിരുന്നു. പിന്നെ എനിക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതോടുകൂടി ഞാൻ ഫേമസ് ആയി. അപ്പോൾ എനിക്ക് അവസരങ്ങൾ വന്നു. നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള ഇനങ്ങളാണ് ഇപ്പോഴും അന്നൊന്നും ചെയ്യാറുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. കാരണം അതാണ് നമ്മുടെ പഴയ നമുക്ക് കാട്ടിത്തന്ന വഴി. അപ്പം അതിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നോക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് പോകുമോ എന്നുള്ളത് നമുക്ക് ആ കാലഘട്ടത്തിൽ ഭയങ്കര ശങ്കയായിരുന്നു. അങ്ങനെയാണ് സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ്റെ എന്താ പറയുക അനുവാദത്തോടു കൂടി 2 പ്രൊഡക്ഷൻ ചെയ്യേണ്ടായി. ഒന്ന് കുടുംബാസൂത്രണത്തിനെ പറ്റിയിട്ടും പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരവും. ഈ 2 പ്രൊഡക്ഷനും നമ്മൾ ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 കൊല്ലത്തോളം അവരുടെ കേരളം ഉടനീളം ചെയ്യേണ്ടായിട്ടുണ്ട്. ഭയങ്കര പേരായിരുന്നു അത്. സാധാരണക്കാരിലേക്കൊക്കെ ഈ കുടുംബാസൂത്രണത്തിനെ പറ്റിയിട്ടുള്ള പരിപാടികളെല്ലാം നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങളും അതേപോലെയായിരുന്നു. ഒരു ബീച്ചിൻ്റെ ഭാഗത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ദുഃഖത്തിലായിട്ട് ഈ പ്രോഗ്രാം കണ്ടിട്ട് വന്ന് സംസാരിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഉള്ള സാങ്കേതികതയേക്കാൾ കൂടുതൽ ആ വിഷയത്തെ അറിയാം. ആ വിഷയത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന സാധനം ഈ വിഷയമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും. അപ്പം അത് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുക, അത് പരീക്ഷിച്ച് നോക്കുക എന്നുള്ള ഒരു സംഗതി ക്ഷേമാവതിയിൽ കണ്ടു എന്നുള്ളത് തന്നെയുള്ളതാണ് എനിക്ക് സന്തോഷമായിട്ട് അന്ന് ഉണ്ടായിട്ടുള്ള കാര്യം. മദ്രാസിൽ സഭകളിലൊക്കെ പ്രോഗ്രാമിന് എന്നെ വിളിക്കാം മോഹിനിയാട്ടത്തിന്. ഞാനാണെങ്കിൽ മോഹിനിയാട്ടം സോളോ ചെയ്യാറില്ല അതുവരയ്ക്ക്. ഭരതനാട്യം, കൂച്ചിപ്പുടി, മോഹിനിയാട്ടമായിട്ട് ചെയ്തു പോരുക എന്നല്ലാതെ മോഹിനിയാട്ടം കുറച്ച് സ്ലോ ആയത് കാരണം കൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ടുള്ള ഡാൻസിനോട് ആ പ്രായത്തിൽ അതിനോടായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ മോഹിനിയാട്ടം ചെയ്യാൻ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ അയ്യോ ഞാൻ മോഹിനിയാട്ടം നന്നായി ചെയ്യുമോ, എന്നെ സംശയം. പിന്നെ എന്തെല്ലാവരും എന്നെ മോഹിനിയാട്ടത്തിന് വിളിക്കണം, മോഹിനിയാട്ടം സോളോ കേമ എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കേട്ടാലല്ലേ പ്രോഗ്രാം വരിക. അപ്പോൾ കൃഷ്ണഗാന സഭയിൽ ചെയ്തു, മദ്രാസിൽ മ്യൂസിക് അക്കാഡമിയിൽ നാരദഗാന സഭയിൽ ചെയ്തു. അങ്ങനെയൊക്കെ പ്രോഗ്രാം കിട്ടിയപ്പോൾ ഞാൻ മദ്രാസിലൊക്കെ ഒരു അറിയപ്പെടുന്ന മോഹിനിയാട്ട നർത്തകിയായി. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലുമുള്ള ആധികാരികത അത് വലിയ ഗുരുനാഥന്മാരിൽ നിന്ന് കിട്ടിയ ശിക്ഷണത്തിൻ്റെ ഫലമായി ഈ 2 നൃത്തരൂപങ്ങളിലും അവർ നേടിയെടുത്ത വൈഭവം, ആ വൈഭവം പിന്നീട് ടീച്ചർ മോഹിനിയാട്ടം അവതരിപ്പിക്കുമ്പോൾ അവർക്ക് വലിയ തുണയായിത്തീർന്നു. അതുകൊണ്ട് മോഹിനിയാട്ടത്തിലെ ചൊൽക്കെട്ടായാലും വർണ്ണമായാലും പദമായാലും തില്ലാനയായാലും ഒക്കെ അത് അവതരിപ്പിക്കുമ്പോൾ താളത്തിൻ്റെ കാര്യത്തിൽ, കാലപ്രമാണത്തിൻ്റെ കാര്യത്തിൽ, ലാസ്യഭാവങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ ഒരു പ്രത്യേക ശ്രദ്ധ അവർക്ക് കൊടുക്കേണ്ടതായി വന്നില്ല. അവരരങ്ങിൽ അവതരിപ്പിക്കുമ്പോൾ ഇതെല്ലാം ഒഴുകി അവരിലേക്ക് എത്തുകയായിരുന്നു. ബെർലിൻ യാത്രയിൽ വന്നിട്ട് ശ്രീ രാമു കാര്യാട്ട്, തോപ്പിൽ രവി, വയലാ രവി, പിന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന KC ജോസഫ്, ഇവരെല്ലാവരും ഞങ്ങൾ ഇന്ദിരാഗാന്ധിയെ കാണാൻ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരേ ട്രിപ്പ് ഒരേ സമയത്ത് തന്നെയാണ് പോയത്. അന്ന് ചെമ്മീൻ്റെ ഫയലുമായിട്ടാണ് രാമുകാരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു നല്ല ട്രിപ്പായിരുന്നു. പിന്നെ നമ്മൾ ബെർലിൻ ഫെസ്റ്റിവലിൽ കഴിഞ്ഞിട്ട്
നേരെ റഷ്യ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റഷ്യ, താഷ്കണ്ടൊക്കെ അപ്പോഴാണ് കാണാൻ പറ്റിയത്, കണ്ടതും. അപ്പോഴേക്കും ലളിത ചേച്ചി ഭരതേട്ടനെ കല്യാണം കഴിക്കുന്നതൊക്കെ അതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ പോയി 2-3 ദിവസം പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് സുഖവിവരം അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇരിക്കണമെന്നൊക്കെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ എന്താ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന കാര്യത്തിന് വേണ്ടി മാസ്റ്റർ വിളിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അയ്യോ അപ്പം നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ എപ്പോഴാണ് കഴിയണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാൻ വരണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് ഇപ്പോൾ, ശരി വരാൻ പറഞ്ഞു. അപ്പോൾ ലളിത ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പം ഇനി എൻ്റെ ഓർമ്മ വീണ്ടും ശരിയാണെന്നെങ്കിൽ തകരയുടെ ഷൂട്ടിംഗ് നടക്കുക, നെടുമുടി വേണു അഭിനയിക്കുന്നത്. അപ്പോൾ ഭരതേട്ടനൊക്കെ എവിടെ വെച്ചപ്പോൾ ഭരതേട്ടൻ തകരയുടെ ഷൂട്ടിങ്ങിന് പോയിരിക്കണം, നെടുമുടി വേണു അഭിനയിക്കുന്നുണ്ട്, പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി പോട്ടെ, വല്ലാണ്ട് രാത്രിയായാൽ ഞാൻ താമസിക്കുന്ന മാസ്റ്റർ അവിടെയാണല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് ഇല്ല എപ്പോൾ വരുമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും വന്ന് അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മറത്ത്. അപ്പോൾ ഭരതേട്ടൻ വന്നു. എന്താണ് പ്രോഗ്രാമായിട്ടൊക്കെ വന്നതാണോ വെച്ചാൽ അല്ല ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ലളിതേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിൻ്റെ നാട്ടുകാരൊരു അസ്മാതി ഉണ്ട് ഇവിടെ അങ്ങനെ പറഞ്ഞു. പേര് പവിത്ര എന്നാ കണ്ടത്. ഞാൻ അയ്യോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്നാണ്. എന്നിട്ട് വിളിച്ചു. അപ്പോൾ പവിത്രൻ എന്നെക്കാട്ടിലും നാണത്തിലാണ് വരണത്. പവിത്രൻ ഇങ്ങനെ താടിയൊക്കെ പിടിച്ച് ഒഴിഞ്ഞ് അങ്ങനെയാണ് വരണത്. അപ്പോൾ പവിത്രൻ എന്നാണ് കേട്ടിട്ടുണ്ടോ ആരോ ഒരാൾ? അയ്യോ ഇല്ല കേട്ടോ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആൾ വന്നു പരിചയപ്പെടുത്തും. പിന്നെ നേരെ നോക്കിയിട്ട് വർത്താനം പറയില്ല, ഒരു ചമ്മലുള്ള പോലെയായിരുന്നു. അങ്ങനെയാണ് പവിത്രനെ അവിടെ വെച്ചിട്ട് പരിചയപ്പെടുത്തി തന്നു, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇതേപോലെ പിന്നെയും ഞാൻ നാട്ടിൽ വന്ന് പഠിക്കാൻ പോകും. അപ്പോൾ ഏതെങ്കിലും ഷൂട്ടിങ് പറഞ്ഞ പവിത്രൻ അവിടെ ഉണ്ടാവും, ഏതെങ്കിലും ഷൂട്ടിങ് ഉണ്ടായാൽ മതി. അങ്ങനെ വീണ്ടും കണ്ടുമുട്ടി. അങ്ങനെ അവസാനം കല്യാണത്തിൽ കലാശിച്ചു. ആയിരത്തി 1980 ജൂൺ 4-ാം തീയതിയാണ് പവിത്രൻ എന്നെ വിവാഹം ചെയ്ത് വട്ടംപറമ്പിൽ ഈ തറവാട്ടിലേക്ക് എന്നെ കൈപ്പിടിച്ച് കയറ്റിയത്. മുത്തപ്പന്മാർ കളങ്ങളും പാമ്പിൻ കളങ്ങളൊക്കെ ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണാൻ എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ഭാഗ്യമുണ്ടായത്. അങ്ങനെ ഒരു പേര് കേട്ട തറവാട്ടിലേക്കാണ് ഞാൻ എത്തിയത്. 81 ഈവ ജനിച്ചു, 84 ലക്ഷ്മി ജനിച്ചു. അങ്ങനെ പിന്നെ ആള് എന്താ പറയുക, രാത്രിയിൽ കുറേ പാട്ടുകളൊക്കെ കേൾപ്പിക്കുമായിരുന്നു. അത് ലതാ മങ്കേഷ്കറിൻ്റെ, ഭീംസെൻ ജോഷി, അങ്ങനെ പലവരുടെ. അപ്പോൾ എനിക്ക് ഗസലുകൾ കേൾപ്പിക്കും ഡെയിലി. ഒരു സംഭവമാണ്. അങ്ങനെ ഗസൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് ഒക്കെ പറയും. ഉറുദു ഒക്കെ ആണെങ്കിൽ അതിനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ തരുവാണ്. അപ്പോൾ അത് കേട്ട് ഞാൻ പറയും അയ്യോ ഇത് കേൾക്കുമ്പോൾ എനിക്ക് മോഹിനിയാട്ടം ചെയ്യണം എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ പരീക്ഷിച്ച് നോക്ക്. ശൃംഗാരവും വിരഹമൊക്കെ മോഹിനിയാട്ടത്തിലുള്ള പോലെ തന്നെ ഇതിലും അത് തന്നെയാണ് സംഭവം. അപ്പോൾ എന്നാൽ ചെയ്തു നോക്കിയാലോ എന്ന്. അങ്ങനെയാണ് ഫിലിപ്പ് എന്ന് പറഞ്ഞ പാട്ട് പാടുന്ന തൃശ്ശൂർക്കാരനായ അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് കുറേ പാട്ടുകൾ അങ്ങനെ ഹാർമോണിയം തബലയും വെച്ചിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്ത് തന്നു. അതിലാണ് ജബുരാത്തിക്ക് തനഹായി എന്നുള്ള ആ പാട്ട് പാടി തന്നത്.
എനിക്കത് ചെയ്യാനുള്ളൊരു പ്രചോദനം ഒന്നാമത് പവിത്രനാണ്. രണ്ടാമത് മോഹിനിയാട്ടത്തിൻ്റെ താളങ്ങളെപ്പോലെ അല്ല തബലയിൽ വായിക്കാം. പക്ഷെ ഇത് കേൾവി അധികമായപ്പോൾ എൻ്റെ മനസ്സും ശരീരവും അതിനെ പാകപ്പെടുത്താൻ പറ്റി കേട്ടിട്ട്. മോഹിനിയാട്ടത്തിൻ്റെ ഛായയിൽ നിന്ന് മാറാതെ സംഗീത ആലാപന ശൈലി വേറെ ആണെങ്കിലും പ്രണയവും വിരഹമൊക്കെ തന്നെയാണ് അതിലുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനോടുകൂടി താരതമ്യം മാനസികമായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, പാടുന്നതിൻ്റെയും കൊട്ടുന്നതിൻ്റെയും അതിൻ്റെ ആ രൂപത്തിലേക്ക് അല്പം മാറിയിരുന്നു. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ ഈസിയായി. ഇത് ഞാൻ ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ പവിത്രൻ ഇല്ല. ആ പവിത്രൻ മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിത് തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ, അതും സംഗീതനാട അക്കാദമിയുടെ ആവശ്യപ്രകാരം തന്നെയാണ്. സ്വാതിരുന്നാളുടെയും മറ്റ് പഴയ വാഗ്ഗേയകാരന്മാരുടെയും കൃതികൾ വേറെ ആരും ചെയ്യാത്തത് എടുത്ത് ചെയ്തിട്ടുണ്ട്. പുതിയ കവിതകൾ, സുഗതകുമാരി തുടങ്ങിയിട്ടുള്ള ആളുകളുടെ കവിതകൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ആ കവികൾക്ക് അല്ലെങ്കിൽ കവയിത്രികൾക്ക് എങ്ങനെ സമൂഹമായിട്ട് സംവദിക്കാൻ പറ്റുമോ അത് നമ്മൾ ദൃശ്യവും ശ്രവ്യവുമായിട്ട് മോഹിനിയാട്ടം എന്നുള്ളൊരു മാധ്യമത്തിൽ കൂടെ കൊണ്ടുവരിക. നമുക്ക് ആ സബ്ജക്റ്റിനോട് നീതി പുലർത്തണം. കാരണം ഞാൻ എഴുതുന്നോ ക്ഷേമാവതി എഴുതുന്ന ഒരു വിഷയമല്ല, സമൂഹത്തെ തൊട്ടറിഞ്ഞുകൊണ്ട് എഴുതുന്ന കവികളുടെ വാക്കുകളാണത്. അപ്പോൾ അതിനെ ആവിഷ്കരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല. നമുക്ക് നേരിട്ട് ഈ പദാർത്ഥം ഹസ്താഭിനയത്തിലേക്ക് കടത്താൻ പറ്റി അല്ലെങ്കിൽ മുഖാഭിനയത്തിലേക്ക് കടത്താൻ പറ്റി എന്നുള്ളത് വരില്ല. ആ സമയത്ത് അതിന് ചില വ്യാഖ്യാനങ്ങളിൽ കൂടെ പോകേണ്ടി വരും. ഈ വ്യാഖ്യാനം നമുക്ക് പറഞ്ഞ് കൂട്ടിച്ചേർക്കാനും പറ്റില്ല. അത് നമ്മുടെ മനസ്സിലുള്ള സംഗതി ആ കവിത വായിച്ചിട്ട് എന്താണോ അതിൻ്റെ സൗന്ദര്യബോധം മുഴുവനാവാനും അതേസമയത്ത് ആശയവിനിമയം പൂർണ്ണമാവാനും എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറയുമ്പോൾ ചില സമയത്ത് ഈ മോഹിനിയാട്ടത്തിൻ്റെ വളരെ വളരെ ഒതുങ്ങി നിന്നിരുന്ന ചട്ടക്കൂടിന്ന് പുറത്തേക്ക് പോരേണ്ടി വരും. അതൊരു കലയ്ക്ക് നിഷിദ്ധമാണ് എന്നുള്ളത് ഒരു കലാകാരനും പറയില്ല. ലാവണ്യ പുണ്യ നദിയോ ഉണ്ണിക്കാർവർണ്ണൽ തന്റെ കണിയോ പത്മനാഭൻ തൻ കൃപയോ ഇനി ഭാഗ്യം വരുന്ന
ഓമനത്തിൽ ഓ നല്ല കോമള താമര ഓ ശരിക്കും മോഹിനിയാട്ടത്തിൽ ഞാൻ നിങ്ങൾ പറയുന്ന ആ സൗന്ദര്യത്തെ മനഃപൂർവ്വം കൊണ്ടുവന്നതല്ല. അതിലൊരു എന്താ വെച്ചാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഇനം കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലുദിക്കുന്ന മൂവ്മെൻറ്റുകളുടെ വരവുണ്ടല്ലോ, ചിന്തിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ മൂവ്മെൻറ്റിൻ്റെ ആലോചന ഒരു പക്ഷേ കൂട്ടി കണക്ട് ചെയ്യണതിൻ്റെ ഒരു സൗന്ദര്യമായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. മോഹിനിയാട്ടത്തിന് ഉതകുന്ന അടവൂസ് വരണം, അല്ലെ അംഗചലനങ്ങൾ വരണം എന്നൊരു നിർബന്ധമുണ്ട് എനിക്ക്. പിന്നെ ചിലതൊക്കെ നമുക്ക് പാട്ട് കേട്ടാൽ തന്നെ അതിന് ഇന്ന മൂമെൻറ്റ് ആപ്റ്റായിരിക്കുന്നു നല്ലൊരു ഉറപ്പുണ്ടാക്കുന്നുണ്ട് മനസ്സിന്. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ആ കേട്ടത് ഇഷ്ടമായി കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യണം എന്നുള്ളൊരു വേഗത മനസ്സിന് എനിക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവാറുണ്ട്. കുഴൽ പോരു വസന്തമായെന്നെൻ്റെ അന്തരംഗത്തിൻ അലച്ചേർക്കേ ഞാനെൻ്റെ പാഴ്ക്കുടി അടച്ചു തഴുതിട്ടിരുന്നാനന്ദ ബാഷ്പം പൊഴിച്ചു ഞാനെൻ്റെ പാഴ്ക്കുടിൽ അടച്ചു തഴുതിട്ടിരുന്നാനന്ദ ബാഷ്പം പൊഴിച്ചു ആരോരുമറിയാതെ നിന്നെ എന്നുള്ളിൽ വെച്ചാത്മാവ് കൂടിയർപ്പിച്ചു ആരോരുമറിയാതെ നിന്നെ എന്നുള്ളിൽ വെച്ചാത്മാവ് കൂടിയർപ്പിച്ചു കൃഷ്ണ നീ എന്നെ അറിയില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല എക്സ്പെരിമെൻ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾ പരീക്ഷണത്തിന് വിമുഖത കാണിക്കാതെ കണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. അതാണ് ഒരു വലിയൊരു ക്വാളിറ്റി എനിക്ക് ക്ഷേമാവതിയിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. അതിൻ്റെ ഉദാഹരണമാണ് ഈ സൗന്ദര്യഭൂമിയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു സാധനം ചെയ്തു. അതിൽ അന്ന് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വിമർശനങ്ങളൊന്നും തിരക്കില്ല. പിന്നെ ആ കാലഘട്ടത്തിലായിരുന്നു ഒരു തരത്തിലുള്ള ലൈറ്റിൻ്റെ വ്യത്യാസങ്ങളോ അല്ലാണ്ട് വേറെ ചില പ്രോപ്സ് സ്റ്റേജിലേക്ക് കൊണ്ടുവരിക, ഇതിനെല്ലാം നിഷിദ്ധമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. വളരെ പഴയതൊന്നുമല്ല 90 എന്ന് പറയുമ്പോൾ. എങ്കിലും ഞാൻ പറഞ്ഞ ഈ 30-32 കൊല്ലം കൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു മാറ്റം ഈ ശില്പശാലയിലത്തെ പ്രൊഡക്ഷൻസാണ് കാരണം. വേറെ 3 പ്രൊഡക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ക്ഷേമയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തിരമാലകൾ സൗന്ദര്യം അന്വേഷിച്ച് വരുന്നു, അല്ലെങ്കിൽ കൈരളിയെ കാണുന്നു, കൈരളി മഹാബലിയുടെ കഥ പറയുന്നു, അതിൽ കൂടെ ഓണം എന്നുള്ള ഒരു സംസ്കാരത്തിൻ്റെ സംഗതി പറയുന്നു എന്ന് പറയുമ്പോൾ അവിടെ ജീവാത്മാവും പരമാത്മാവും ഒന്നുമില്ല. അതേ സമയത്ത് അതേ ആംബിയൻസിൽ അല്ലെങ്കിൽ അതേ വിഷയത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞിരുന്ന മറ്റ് പ്രൊഡക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിലും ഇവരെല്ലാവരും ഈ ഒരു ആൾ ഇതെല്ലാം പറയുന്ന ഒതുങ്ങി കൂടിയിട്ടുള്ളൊരു കലാരൂപം മോഹിനിയാട്ടം എന്നുള്ള നിലയിൽ കണ്ടിരുന്ന ആളുകൾ പോലും അത് പൊട്ടിച്ച് പുറത്തേക്ക് പോരാൻ തയ്യാറായി. കൈരളി തിരമാലകളോട് പറയുന്നതാണ് ഈ കഥ മുഴുക്കെ. അപ്പോൾ ആ കഥയിലെ ക്യാരക്ടേഴ്സിനെ ആണ് ഇത് ഞാൻ പറഞ്ഞ ഈ തിരശ്ശീലയുടെ പ്രയോഗങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കിയതൊന്നത്. രണ്ടാമത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ കവിത വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടേഴ്സിനും അതിനും മൊത്തമായിട്ടുള്ള വരുന്ന അംഗചലനങ്ങളെ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്തൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കും.
എന്നുവെച്ചാൽ പ്രത്യേകമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരു പാട്ട് വെച്ചിട്ട് ഒരു ഫോക്ക് കുറേ സ്റ്റെപ്പ് ഇട്ടിട്ട് ചാടി പോണ സാധനം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ അതിന് വേണ്ട മ്യൂസിക്കുകൾ കൊടുക്കുന്നു. ശരിക്കും ഒരു പുള്ളുവക്കുടം പരീക്ഷണം നോക്കിയത് ഈ ഒരു ഇനത്തിലാണ്. അത് ട്യൂൺ ചെയ്യണം. പണിക്കർ മാസ്റ്റർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഒരു പുള്ളുവക്കുടം തീർച്ചയായിട്ടും വേണം പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു അന്വേഷിച്ച ഒരു സ്ത്രീ വന്നു. അവർക്ക് അവരുടേതായ ഒരു റിതമുണ്ട്. ആ റിതത്തിൽ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളുടെ ഡാൻസിൻ്റെ കണക്ക് പ്രകാരം വായിക്കാൻ പറ്റില്ല. അപ്പോൾ ആ മാഷ് പറഞ്ഞു കൊടുക്കുന്നത് ബ്ലം 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 അങ്ങനെ കൊട്ടാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത് അവർ പഠിച്ചിട്ട് ഒരു കണക്കിന് പ്രോഗ്രാമിനെ അത് വായിച്ചു. പക്ഷേ എന്തൊരു ജനങ്ങളൊക്കെ വളരെ ഇഷ്ടമായി എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്യുന്നതും. അത് തന്നെയല്ല, ഇങ്ങനത്തെ ഇപ്പോൾ ശുക്രാചാര്യരെ രാജാവ് എന്നൊക്കെ പറയുമ്പോൾ അവരവർ വന്ന ഏതിലേ വരണം, രംഗത്തേക്ക് പ്രവേശിക്കണം, എവിടെ സ്ഥാനം കൊടുക്കണം, എവിടെ നിന്ന് വരണം, എവിടെ നിന്ന് പോകണം, അത്ര ശാസ്ത്രവും കൂടെ അതിൽ. ക്യാരക്ടറിൻ്റെ ബഹുമാനം, അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്ന, കുറച്ചും കൂടെ താഴെയുള്ളവർന്ന് അതിൻ്റെ താഴെയുള്ളവരൊക്കെ എവിടെ നിൽക്കണം സ്റ്റേജിൻ്റെ. ഇപ്പോൾ വാമനൻ വന്നിട്ട് സ്റ്റേജിൻ്റെ നടുവിൽ, ശുക്രാചാര്യർ വന്നിട്ട് മറ്റേ സ്റ്റേജിൻ്റെ റൈറ്റിൽ. ടീച്ചറിൻ്റെ കോറിയോഗ്രാഫി ടീച്ചറിൻ്റെ മനസ്സിൽ വരുന്ന, ടീച്ചറിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു ട്രാക്കിലാണ് ടീച്ചർ പോവുക. അതൊരു വലിയ പാഠമാണ്. അപ്പോൾ ഈ അഷ്ടനായിക അഷ്ടപതി എന്നുള്ളത് ഇതുവരെ ഞാൻ പഠിച്ചിട്ടുള്ള ഇനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ വയ്ക്കാവുന്ന, എൻ്റെ ജീവിതത്തെ തന്നെ, എൻ്റെ കോൺസെപ്റ്റിനെ തന്നെ മാറ്റിമറിച്ച ഒരു അവതരണമായി ഞാൻ കണക്കാക്കുകയാണ്. कथित समये बिहरिमहगनय यौवनं मम विफलमिदममलरूपमपि यौवनं कथित समये बिहरिमहगनय यौवनं मम विफलमिदममलरूपमपि यौवनं यामिहे कामिह शरणौ सखी जनवजन वञ्चिता. ഒരു നൃത്ത സംവിധായികയ്ക്ക് അടിസ്ഥാനപരമായി നൃത്തത്തെപ്പറ്റി മാത്രമല്ല സംഗീതത്തെപ്പറ്റിയും പക്കമേളത്തെപ്പറ്റിയും അവയുടെ വിന്യാസ സന്ദർഭങ്ങളെപ്പറ്റിയൊക്കെ സൂക്ഷ്മമായ അവബോധം വേണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ നൃത്തം ഏത് പുതിയ ഇനം ആയാലും, ഇല്ലെങ്കിൽ ഇനങ്ങളെ പുതിയ രീതിയിൽ അവതരിപ്പിക്കലായാലും, ഇതൊക്കെ പുനഃസംവിധാനം ചെയ്യുകയായാലും, ഇതിലൊക്കെ ശ്രേഷ്ഠത കൈവരിക്കണമെങ്കിൽ ഈ ബോധം, സംഗീതബോധം, മേളബോധം ഒക്കെ അനുപേക്ഷണീയമാണ്. जय जगदीश वसति दर्शन शिखरे हरे मुकुंद करणीत मल वसति दर्शन शिखरे हरे मुकुंद शशिनी केशवान
ഹരേ ജഗ ജഗദീശ ഹരേ. താം ദിത്ലാം 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 ത്ലാം തൈ. അപ്പോൾ മെല്ലെ അതിങ്ങനെ പൊന്തി വന്ന് മെല്ലെ വന്ന് പിന്നെ സെക്കൻഡ് സ്പീഡ് ദിത്ലാം 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 ത്ലാം തൈന്ന് പോയ ഒരു പാറയിലോ എവിടെയെങ്കിലും ഒരു ഉയരമുള്ള സ്ഥലത്ത് ചെന്ന് അടിക്കണു, ടേന്നടിക്കണു. അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ തിരിച്ചൊഴുകി ഇങ്ങടനെ വരികയാണ്. ആ ഒഴുകി വരണേ തെക്കിട്ടതിത്താം തെക്കിട്ടതിത്താം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് മനോഹരമായിട്ടുള്ള മ്യൂസിക്കും കൂടെ വായ്ത്താരികൾ പോലും ആ വെള്ളത്തിൻ്റെ ശബ്ദങ്ങൾക്ക് അനുസൃതമായ വാക്കുകൾ കൊണ്ട് ഉപയോഗിച്ചിട്ട് അതിനെ ധ്വനിപ്പിച്ചിട്ടുണ്ട് ആ സംഗീതത്തിൽ കൂടെ. അപ്പം നമ്മൾ ചെയ്യുന്ന ആ സബ്ജക്റ്റിന് അനുസൃതമായ മ്യൂസിക്കും അതിനനുസരിച്ചുള്ള കൊറിയോഗ്രാഫി വരുമ്പോഴും അത് ആസ്വാദകരിലേക്ക് എത്താൻ എളുപ്പമാണെന്നുള്ള വിശ്വസിക്കണു ഞാൻ. അങ്ങനെ ഉണർന്ന നദി, പിന്നെ സൂര്യൻ മെല്ലെ ഉദിച്ചു വരുന്നു, പക്ഷികൾ കൂട്ടുന്ന പറന്നു പോകുന്നു, ജനങ്ങൾ പണിക്കായി പാടത്തേക്ക് പോകുന്നു. അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ചൂടോടുകൂടിയുള്ള വിയർപ്പ് അവരുടെ ഉഷ്ണത്തിൻ്റെ അത് കാണിക്കുന്നു. സന്ധ്യ ആവുന്ന അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോഴാണല്ലോ താമര വിടരുന്നത്. അതേപോലെ സന്ധ്യാസമയത്ത് ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് ആമ്പൽ വിടരുന്നു. അപ്പോൾ ആ അമ്പലും ചന്ദ്രനും തമ്മിലുള്ള ഒരു നോട്ടവും അതിൽ നിന്ന് സന്തോഷം കൊണ്ട് പണി കഴിഞ്ഞ് വന്ന് പിന്നെ എല്ലാവരും കുളിച്ച് ആ ദിവസത്തിൽ, അപ്പോൾ ആ ദിവസത്തിനെ അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള സാത്വികാഭിനയ മികവ് വളരെ തീവ്രമാണ് എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ടീച്ചറാണ് ആദ്യമായിട്ട് ഒരു മെയിൽ ക്യാരക്ടറിനെ മോഹിനിയാട്ടത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് കുചേലൻ ആയിട്ടാണ്. കുചേലൻ എന്നുള്ള മെയിൽ കഥാപാത്രം ആണെങ്കിലും അദ്ദേഹത്തിന് ഭക്തിയാണ് പ്രധാനമായിട്ടുള്ള ഭാവം ഉള്ളത്. അതുകൊണ്ട് തന്നെ മോഹിനിയാട്ടത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് ടീച്ചർ പല ഇന്റർവ്യൂസിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതില് ഒരു മൊമെന്റ് ഉണ്ട്, കണ്ണിലെ വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ വീഴാൻ നിൽക്കുന്ന, എന്നാൽ അത് വീഴുന്നില്ല, കണ്ണ് നിറഞ്ഞ ഒരു ഡ്രോപ്പ് ഇങ്ങനെ നിൽക്കുന്ന ഒരു നിമിഷം. അത് കോരിത്തരിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അത് പിന്നെ ഒഴുകുന്നില്ല, അത് അതേപടി എങ്ങനെയാണ് അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് എന്ന് അറിയില്ല. അതൊക്കെ സാത്വികാഭിനയത്തിന്റെ വല്ലാത്തൊരു നാട്യധർമ്മിതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ലോകധർമ്മിയാണ് എന്ന് വേണം പറയാൻ. ശാസ്ത്രസമ്മതമായിട്ടുള്ളത് ലോകധർമ്മി, നാട്യധർമ്മി, അങ്ങനെയുള്ള ആ ഒരു സംഭവത്തിൽ നമ്മൾ പ്രയത്നിച്ചുണ്ടാക്കുക തന്നെ വേണം. ഇപ്പോൾ കുചേലവൃത്തത്തിൽ ഒരു കണ്ണുനീർത്തുള്ളി ഇങ്ങനെ വന്ന് നിറഞ്ഞ് നിന്നിട്ട് എന്തുകൊണ്ടാണത് പുറത്തേക്ക് വീഴാഞ്ഞത് എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ നാട്യധർമ്മയിൽ അത് നിഷിദ്ധമാണ് എന്നുള്ളൊരു പക്ഷെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം, അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ വിചാരിക്കുക. അപ്പോൾ അങ്ങനെ പലവരും പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അതിൻ്റെ ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും അതിനെ പരീക്ഷിച്ച് നോക്കുകയും അതിൻ്റെ ജയവും പരാജയവും മനസ്സിലാക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമല്ലേ എന്നുള്ളത് നമ്മൾ കണ്ണാടിയിൽ നോക്കി പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി തന്നെ കൊണ്ടുവരണം. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു ഉത്സാഹം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അതൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എന്നെ വളരെ അധികം തൃപ്തിപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയാൻ നിർത്തിയുള്ളൂ. അങ്ങനെയുള്ളൊരു ശിഷ്യരെ നമ്മൾ ആരാധിക്കും, അതിൽ സംശയമൊന്നുമില്ല. ആ ആരാധന എന്ന് പറയുന്നത് അന്ധമായിട്ടുള്ള ആരാധനയല്ല, അന്ധമായിട്ടുള്ള വിശ്വാസമല്ല. പ്രവർത്തിച്ച് കണ്ട് പറയുന്ന സാധനങ്ങളെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ അല്ലെങ്കിൽ പ്രയോഗ തലത്തിൽ കൊണ്ടുവന്ന് സംതൃപ്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അത് ആ ആരാധന എന്ന് പറയുന്ന അവരർഹിക്കുന്ന ഒരു അംഗീകാരമാണത്. അന്ന് ഹൈദരാലി ആയിരുന്നു പാടാണ്ടായിരുന്നു, അന്ന് നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ ഹൈദരാലി അന്ന് എൻ്റെ പവിത്രൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. പവിത്രനെ പാരീസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ കുറേ പാടുപെട്ടിട്ടുണ്ട്. പവിത്രൻ പറയണ വെച്ചാൽ നിൻ്റെ ബാഗ് ചുമക്കാൻ ഞാൻ വരില്ല എന്ന് പറയും. പവിത്രൻ്റെ ഭാഷയിൽ പറയുന്നത് എൻ്റെ ബാഗ് എടുക്കാനായിട്ട് ഞാൻ വരില്ല എന്ന്. അങ്ങനെ ആൾ വരില്ല എന്നൊക്കെ പറഞ്ഞാലും പിന്നെ അവസാനം പാസ്പോർട്ടൊന്നും ഇല്ല, കയ്യിൽ പോയി.
പിന്നെ പാസ്പോർട്ട് ഓഫീസിൽ പോയി ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവിടെ ഒരു ഫ്രണ്ടായിരുന്നു, പാസ്പോർട്ടൊക്കെ വേഗം കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഒരു പാരീസ് യാത്ര ആദ്യം ഓട്ടം ഫെസ്റ്റിവലിന്. അത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ആണ് ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യക്ക് വിളിച്ചത്. അപ്പോഴും പോയി. അപ്പോൾ പിന്നെ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ തന്നെ ഞങ്ങൾ ലണ്ടനൊക്കെ വിസിറ്റ് ചെയ്തു. ഷിപ്പിൽ പോയിട്ട് ഇംഗ്ലീഷ് ചാനൽ കടന്ന് തന്നെ നമ്മൾ ലണ്ടനിലൊക്കെ പോയി കറങ്ങി വന്നു. അത് കഴിഞ്ഞ് നേരെ ഇന്ത്യയിലേക്ക് തിരിച്ചു. പിന്നീട് പോയപ്പോൾ ഞങ്ങൾ സ്പെയിനും കാണാൻ പോയി. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ അതിനോടൊപ്പം ആ യാത്രയിൽ സാധിച്ചിട്ടുണ്ട്. പിന്നെ പാരീസിൽ ഞാൻ മൊത്തം ഒരു 6 പ്രാവശ്യം പോയിട്ടുണ്ടാവും. പിന്നെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, അവരുടെ ക്ഷണനപ്രകാരം പ്രൈവറ്റായിട്ട് ഒരു 4 പ്രോഗ്രാം കൂടെ പോയിട്ടുണ്ട് പാരീസിൽ തന്നെ. ഇതിൻ്റെ ഇടയിൽ ഫിൻലാൻഡ് ഏഷ്യൻ ഫെസ്റ്റിവലിന് പങ്കെടുത്തു. ആ സമയത്താണ് കേട്ടോ ശരിക്കും ഭരതനാട്യത്തിന് അവാർഡ് ഉണ്ടെന്ന്, അല്ലല്ല അത് കേന്ദ്ര സംഗീത അക്കാദമിയുടെ അവാർഡ് ഉണ്ടെന്ന് കേൾക്കുന്നത്. അത് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് പറയുമ്പോൾ അറിയുന്നൊരു വാർത്തയായിരുന്നു. അങ്ങനെയുള്ളൊരു യാത്രകൾ അടുപ്പിച്ച് കുറച്ച് പിന്നെ അങ്ങനെ ഉണ്ടായി. അപ്പോൾ അതൊരു സന്തോഷം. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് കുറേ പ്രോഗ്രാംസ് ചെയ്യാൻ സാധിക്കുക, അബ്രോഡിൽ പോകാൻ അവസരങ്ങൾ കിട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ മോഹിക്കുന്ന ഒരു കാര്യമാണ്. Today, as an executive member of Kerala Kalamandalam, when she watches youngsters dance, imagine all that might be flashing past through her mind. എന്താ അവിടെ തെറ്റിയില്ലോ? ഇവിടെ ഇല്ലല്ലോ, കൈ താന്നില്ലല്ലോ, താന്നല്ലേ ഉള്ളൂ. അതാണ് ആദ്യം. ഞാനത് തുടക്കം പാട്ട് പാടിയിട്ട് അടവ് തുടങ്ങുമ്പോൾ പിന്നെ അടവ് വേണമെങ്കിൽ പറയാം കേട്ടാ. നമുക്ക് സംശയമുള്ള ഭാഗം വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് എൻട്രി. She continues to initiate and train new disciples and students across the world through classes conducted online. തക്ക ജുണു താം തദേങ്കേണ തോം താം ദേമേ താം. She has won numerous accolades and awards, including the Kendra Sangeeta Natak Academy Award in 1999, the Padma Shri in 2011, Vanita Ratna Award of the Government of Kerala, Nritya Natya Puraskaram, Kerala Sangeeta Natak Academy Award, and the Kerala Kalamandalam Award. Kshemavati teacher constantly renews her art form by her imaginative new choreography and keeps it evolving through the generations. A life suffused with dance. The journey of the dancer and the guru, Kalamandalam Kshemavati, continues in a sedate flow. ഞാൻ എൻ്റെ ശിഷ്യസമ്പത്തുകളുമായി അങ്ങനെ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. 60 വർഷത്തോളമായി ഞാൻ ഈ ഫീൽഡ്. എനിക്ക് എന്തുകൊണ്ടും സന്തോഷം തന്നെയാണ്. പുതിയ പുതിയ ശിഷ്യർ വരുന്നു,
പുതിയ ഇനങ്ങൾ കൊറിയോഗ്രാഫി ചെയ്യുന്നു. ഞാൻ എന്നെ തന്നെ സ്വാതന്ത്ര്യപ്പെടുത്തിക്കൊണ്ട് എനിക്കിഷ്ടമുള്ള വിഷയം കൈകാര്യം ചെയ്തുകൊണ്ട് പുതിയ പുതിയ ഇനങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി സെറ്റ് ചെയ്തു കൊടുത്ത് എൻ്റെ ജീവിതം ഞാൻ ധന്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.